മക്കളെ നമസ്തേ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ എടുത്തത് യൂണിറ്റ് 1 രണ്ടാമത്തെ പാഠം ഹതാശാസിയേക്ക് വ്യക്തി ബൈഠ് ഗയാ ഥാ. പക്ഷേ ഇവിടെ എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഒരു ടിപ്പണിയാണ് നമ്മൾ എടുത്തത്. പേജ് നമ്പർ 16, 16ാമത്തെ പേജിൽ ഇടതുഭാഗം മുകളിലെ ഫസ്റ്റ് പാരഗ്രാഫ് എടുത്തു കഴിഞ്ഞു. ഏതായാലും സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ തന്നെ അതിൻ്റെ ഒരു സംക്ഷിപ്തം 2 മിനിറ്റ് നമ്മുടെ വിനോദ് കുമാർ ശുക്ൽ എഴുതിയ കവിതയ്ക്ക് നരേഷ് സക്സേനാജി എഴുതിയ ഒരു ടിപ്പണിയാണ് പഠിക്കുന്നത് നമ്മൾ. അതിൽ മഹത്തായ ഒരു ആശയം നമുക്ക് പറഞ്ഞു തന്നു. ആ കവിതയുടെ സംഗ്രഹം ഇതായിരുന്നു: ഞാൻ പോകുന്ന സമയത്ത് ഞാൻ ഒരാളെ കണ്ടു, അയാൾ സങ്കടത്തിലാണെന്ന് മനസ്സിലായി. എനിക്ക് അയാളെ അറിയില്ലായിരുന്നു. ഞാൻ പോയി കൈ നീട്ടി, എൻ്റെ കൈ പിടിച്ച് എഴുന്നേറ്റു. ഞങ്ങൾ 2 പേരും നടക്കുകയാണ്, പക്ഷേ പരസ്പരം ഞങ്ങൾക്ക് 2 പേർക്കും അറിയില്ല. അതായിരുന്നു കവിതയുടെ. അപ്പം പറഞ്ഞു, നിങ്ങൾക്കൊരാളെ അറിയണമെങ്കിൽ നമ്മളെ പഴയ രീതി അനുസരിച്ച് അയാളുടെ പേര് കാര്യങ്ങളൊക്കെ അറിയണമായിരുന്നു. പക്ഷെ നിങ്ങൾക്കതൊന്നും അറിയേണ്ട ആവശ്യമില്ല. അയാളെ സങ്കടം ദുഃഖം അറിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും പറയാം, ആ വ്യക്തിയെ എനിക്കറിയാം. കവി പറയുന്നു, കൃത്യമായി മനുഷ്യനെ മനുഷ്യനായി കണ്ടാൽ മതി, മറ്റൊന്നും നമ്മൾ ചെയ്യേണ്ട എന്നാണ് പറഞ്ഞു വെച്ചത്. അടുത്ത നോക്കൂ, കവിത. ഈ പറഞ്ഞ കവിത ഉണ്ടല്ലോ, ലഗാത്താർ അർത്ഥം പറഞ്ഞാൽ കണ്ടിന്യൂസ്ലി, തുടർച്ചയായി എന്താ ചെയ്യുന്നത്? ലഗാത്താർ നെഹി ജാനനെ ഓർ ജാനനെ കാ ബയാൻ കർത്തി ജാത്തി ഹേ. കവിതയിലെ നെഹി ജാന, ജാനന എന്നുള്ള ആ 2 പദങ്ങളും നിരന്തരമായി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നു. ജാനന, നെഹി ജാനന എന്നുള്ള 2 ശബ്ദങ്ങൾ നിരന്തരം, ദ സെയിം വേർഡ്സ് കണ്ടിന്യൂസ് അഗെയിൻ ആൻഡ് അഗെയിൻ ഇൻ ദ ലൈൻസ് ഓഫ് ദ പോയം. പോയത്തിൻ്റെ ലൈൻസിൽ വീണ്ടും 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 ഇങ്ങനെ വരുന്നുണ്ട്. ശില്പ കീസ് ബാരീകി കാരിഗിരി കൊ ദേഖേ. ആ കവിതയാകുന്ന ശില്പത്തിൻ്റെ ബാരീക്കായിട്ടുള്ള സൂക്ഷ്മമായിട്ടുള്ള ആ സൃഷ്ടി ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾ. എത്ര രസകരമായിട്ടാണ് എഴുതിയത്. ഇവിടെ ജാന്ന ഓർ നെഹി ജാന്ന എന്നുള്ള ശബ്ദം ഇടയ്ക്കിടയ്ക്ക് വരുന്നുണ്ട്. നോക്കുള്ളൂ, വഹ് മുജേ നെഹി ജാൻതാ താ. ജാൻതാ വന്നല്ലോ. അയാൾക്ക് എന്നെ അറിയില്ലായിരുന്നു. ഹാത്ത് ബഡാനേക്കോ ജാൻതാ താ. പക്ഷേ കൈ നീട്ടുന്നത് അറിയാമായിരുന്നു. ഹം ഏക് ദൂസരേക്കോ നെഹി ജാൻതേ ഥേ. ഞങ്ങൾക്ക് ഒരാൾക്ക് മറ്റൊരാളെ അല്ലെങ്കിൽ പരസ്പരം അറിയില്ലായിരുന്നു. സാത്ത് ചലന ജാൻതേ ഥേ. പക്ഷേ ഒന്നിച്ച് നടക്കാൻ അറിയാമായിരുന്നു. യഹ് നെഹി ജാന്ന ഓർ ജാന്ന, ജാന്ന ഓർ നെഹി ജാന്ന എന്നുള്ള ഈ ശബ്ദം മക്കളെ നിരന്തരമായി കവിതയിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. मैं उस व्यक्ति को नहीं जानता था, हाथ बढ़ाने को जानता था, हम साथ चलने को जानता था, लेकिन आपस में नहीं, एक दूसरे को नहीं जानते थे. ഇന്ന് ജാന്ന നെഹി ജാന്ന എന്നുള്ള ശബ്ദങ്ങൾ ഏതുപോലെയാണ് വരുന്നതെന്ന് പറയുന്നു. കവിതാ में किसी लोकगीत की स्थाई की तरह बार बार लौटता है. किसी लोकगीत, എന്താ ലോകഗീത് എന്ന് പറഞ്ഞാൽ മക്കളെ? ഫോൾക്ക് സോങ്, നാടൻ പാട്ടുകളിൽ നമ്മൾ കേട്ടിട്ടില്ലേ? ചില നാടൻ പാട്ടുകളിൽ ചില വരികൾ വന്നുകൊണ്ടേയിരിക്കും, റിപ്പീറ്റേഷനാണ്. വന്ന് ഒരു തവണ അത് പാടി ഒരു 3 വരി കഴിഞ്ഞാൽ വീണ്ടും ആ വരി വരും, വീണ്ടും 3 തവണ കഴിഞ്ഞാൽ വീണ്ടും വരും. അങ്ങനെ നിരന്തരമായി ആ ഒരു പ്രത്യേക 1-2 വരികൾ ഇങ്ങനെ നാടൻ പാട്ടിൽ വന്നുകൊണ്ടേയിരിക്കും. അതുപോലെ സെയിം അതേപോലെ നമ്മുടെ ഈ കവിതയിലും ജാനന നെഹി ജാനന എന്ന ശബ്ദം ഒരു നാടൻ പാട്ടിൽ എപ്രകാരമാണോ വരികൾ വീണ്ടും വീണ്ടും വരുന്നത്, അതേപോലെ ഈ 2 ശബ്ദങ്ങളും ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ വരികയാണ്. ജാനന ഓർ നെഹി ജാനന. ഗദ്യമേ ലിഖി ഹുയി കവിത. പക്ഷെ നേരത്തെ പറഞ്ഞു, ഗദ്യരൂപത്തിലാണ് ഈ കവിത എഴുതിയത്. ലിറിക്കൽ കാ ഗീതാത്മകത കി ബോധ്. ഗദ്യരൂപത്തിലാണ് എഴുതിയതെങ്കിലും അതിൻ്റെ ലിറിക്സ്, ഓരോ വരികളും ഗീതാത്മകത, അതിൻ്റെ സംഗീതവും खूबी के साथ हिंदी का किसी कविता में आया है. അതിൻ്റെ വരികളും അതിൻ്റെ സംഗീതവും മനോഹരമായി ഭംഗിയായി
കിസി കവിതാമേ ആയാ ഹെ, ഏതെങ്കിലും ഹിന്ദി കവിതയിൽ വന്നിട്ടുണ്ടോ? യാദ് നഹി ആ രഹാ ഹെ, എനിക്ക് ഓർമ്മ വരുന്നില്ല എന്ന് പറഞ്ഞോൾ. ഇതിനു മുമ്പേ ഹിന്ദിയിലെ ഒരു കവിതകളിലും ഇത്രയും മനോഹരമായി സംഗീതവും വരികളും കോർത്തിണക്കിയിട്ടുണ്ടോ എന്ന് സംശയിക്കുന്നതായി പറയുന്നു. അത്രയും മനോഹരമാണ് ഇതിൻ്റെ വരികളുടെ ഘടനയും സംഗീതവും. ജൈസെ, ഏതുപോലെ മക്കളെ, കിസി ഗസൽ മേ, എന്താ ഗസൽ എന്ന് പറഞ്ഞാൽ? ഗസൽ കേട്ടിട്ടില്ലേ? ധാരാളം ഗസൽ ഗായകരൊക്കെ ഉണ്ട്. നമുക്ക് പെട്ടെന്ന് ഗസൽ എന്ന് പറയുമ്പം മലയാളിയായി നമുക്ക് ഓർമ്മ വരിക ഉമ്പായിയാണ് അല്ലേ? ഉമ്പായിയുടെ ഗസലുകൾ വളരെ പ്രസിദ്ധമാണ് നമുക്ക്. പിന്നെ ഹിന്ദിയിൽ ധാരാളം ഗസലുകളുണ്ട്, ധാരാളം ഗസൽ പ്രമുഖരായിട്ടുള്ള ആളുകളുണ്ട് ഗസൽ പാടുന്നത്. നമുക്ക് ഉമ്പായി എന്ന് പറയാൻ പാടില്ല. അപ്പം ആ ഗസലിൻ്റെ പ്രത്യേകത എന്താ മക്കളെ? ആഖിരി ഷേർ കി ആഖിരി ശബ്ദം, ഒരു ഷെയറിൻ്റെ അവസാനത്തെ വരിയുടെ അവസാനത്തെ ശബ്ദം. ഗസൽ മക്കൾ തോന്നുന്നു കേട്ടിട്ടുണ്ടാവും. പഴയ ഹിന്ദി സിനിമയൊക്കെ കാണുകയാണെങ്കിൽ ഗസൽ കേൾക്കാം. അതിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ അവസാനത്തെ വരിയിലെ അവസാനത്തെ ശബ്ദങ്ങൾ ശ്രോതാവോ കെ ജുബാൻ മേ, കേൾക്കുന്ന ആളുകളുടെ ജവാൻ അർത്ഥം മക്കളെ നാവാണ്, നാക്കിൽ आप से आप आ जाता है. आप से आप आना, അറിയാതെ വരിക, കടന്നു വരിക. ഒരു ഗസൽ കേട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ചില അവസാനത്തെ വരികൾ, ആ ശബ്ദങ്ങൾ നമ്മൾ ഗസലൊക്കെ കഴിഞ്ഞ് വീട്ടിൽ പോയാലും മനസ്സിലിങ്ങനെ നാവിൻ തുമ്പിലേക്ക് ഇങ്ങനെ വരും. അറിയാതെ വരികയാണ് ആ വരികൾ, ആ ശബ്ദങ്ങൾ വരും. അതുപോലെ വൈസെ കവിതാക്ക് അന്തിം ശബ്ദ, യാനി നമ്മുടെ കവിതയുടെ അവസാനത്തെ ആ ശബ്ദം, അവസാനത്തെ വരി, സാത്ത് സാത്ത് ചൽന. കവിതയിലേക്ക് നോക്കുകയാണേ മാഷ്, സാത്ത് സാത്ത് ചൽന എന്നുള്ള വരി കണ്ടല്ലോ. കെ ബാദ് യദി കവിത കാ പാഠ് രോക്ക് ദിയാ ജായേ, സാത്ത് സാത്ത് ചല്ല എന്നും പറഞ്ഞുകൊണ്ട് നമ്മൾ കവിതയെ വായന നിർത്തുകയാണെങ്കിൽ, പക്ഷെ ഒന്നും കൂടെ ക്ലിയർ ആക്കി തരാമേ, കവിത വായന നിർത്തിയാണെങ്കിൽ തോ സുനനെ വാലെ ഖുദ് വാക്യ പൂരാ കർ ദേംഗെ, കേൾക്കുന്ന ആളുകൾ ബാക്കിയുള്ള ലൈന് സ്വന്തമായി ചേർത്ത് പാടും. എന്ത്? ജാൻതേ ഥേ, അറിയാമെന്നുള്ളത്. ഒന്നും കൂടെ മാഷ് പറയാം. എപ്രകാരമാണ് ഒരു ഗസലിലുള്ള വരികൾ നമ്മുടെ നാവിൻ തുമ്പത്തിലേക്ക് അറിയാതെ കടന്നു വരുന്നത്? ഒരു നാടൻ പാട്ട് പാടുകയാണ് അല്ലെങ്കിൽ ഗസൽ പാടുകയാണ്. നാടൻ പാട്ട് പാടിയിട്ട് അവസാനത്തെ വരികൾ എത്തുന്നതിന് മുമ്പേ ആ പാടുന്ന ആൾ സ്റ്റേജിൽ നിന്ന് പാട്ടങ്ങ് നിർത്തിക്കളയും. ബാക്കി പൂരിപ്പിക്കുക ആരായിരിക്കും? ശ്രോതാക്കളാണ്. അവർ പാടി മുഴുമിപ്പിക്കും. എന്ന് പറഞ്ഞാൽ മൊത്തം കാണികൾ, കേൾക്കുന്ന ആളുകൾ ആ പാട്ടിനെ പാടി മുഴുമിപ്പിക്കും. കാരണം എന്താ? ആ ശബ്ദം എത്രയോ തവണ ഇങ്ങനെ വന്നതാണ്. ശ്രദ്ധിക്കാറില്ലേ മക്കൾ? സ്റ്റേജിൽ നിന്നൊക്കെ, സ്റ്റേജ് ഷോയിലൊക്കെ കാണുന്ന സമയത്ത് പാട്ട് പാടി അവസാനമാകുമ്പോൾ അവിടെ നിർത്തിയിട്ട് മൈക്ക് തിരിച്ച് കാണികളടുത്തേക്ക് വെച്ച് കൊടുക്കും. ബാക്കി അവർ ഫില്ല് ചെയ്തോളും, അവർ പാടും. കാരണം എന്താ? ബാക്കി जो पंक्तियाँ हैं वो आप लोगों के जमान में अपने आप आ जाता है. അത് ജനങ്ങളുടെ മനസ്സിലിങ്ങനെ കട്ടക്കുക, അതിങ്ങനെ നാവിലേക്ക് വന്നിട്ട് ആൾക്കാർക്ക് പാടിക്കോളും. അതുപോലെയാണ് നമ്മുടെ കവിതയിലും സാത്ത് സാത്ത് ചലന എന്ന് പറഞ്ഞ് നിർത്തുകയാണെങ്കിൽ ബാക്കി വരുന്ന കഷ്ണം ജാൻതേ ഥേ എന്നുള്ളത് ആര് പൂരിപ്പിക്കും? ആര് പൂരിപ്പിക്കും? കാണികൾ പൂരിപ്പിക്കും, കേൾക്കുന്നവർ പൂരിപ്പിക്കും. അതെന്തിനെയാണ് കാണിക്കുന്നത്? ആ കവിത മനസ്സിലേക്ക് ഇറങ്ങിച്ചെന്നു എന്നതിനെയാണ് കാണിക്കുന്നത്. ആ കവിത അത്രയും മനസ്സിലേക്ക് കയറി എന്നതിനെയാണ് കാണിക്കുന്നത്. കാരണം നിർത്തിയിടത്ത് നിന്ന് കാണികൾ തുടങ്ങി അത് പൂരിപ്പിക്കുകയാണ്. അപ്പോൾ അതെന്താ കാണിക്കുന്നത് മക്കളെ? ആ കവിതയുടെ മനോഹാരിതയാണ്. ദി ഇമ്പാക്റ്റ് ഓഫ് ദാറ്റ് പർട്ടിക്കുലർ പോയം. ആ പോയത്തിൻ്റെ ഇമ്പാക്റ്റാണ് കാണിക്കുന്നത്. ഓക്കെ, പിന്നെയോ ഈ കവിതയിൽ മക്കളെ ജാനന ശബ്ദ കെ റൂഢിഗ്രസ്ത് അർത്ഥ കോ പൂരി തരഹ സെ ബദൽ ദേത്തി ഹൈ. നേരത്തെ മാഷ് പറഞ്ഞല്ലോ,
അറിയുക എന്നുള്ള പരമ്പരാഗതമായ ആ ഒരു വിചാരത്തെ എന്തു ചെയ്തു? പൂരി തരസെ ബദൽ ദേത്തി ഹൈ, പൂർണ്ണമായും മാറ്റിമറിച്ചു കളഞ്ഞു. ബദൽന മാറ്റുക, ആ ഒരു ശബ്ദത്തെ പൂർണ്ണമായും മാറ്റിമറിച്ചു കളഞ്ഞിട്ടുണ്ട്. ഇസ് കവിത കി പഹലി ദോ പങ്ക്തിയോं में, നമ്മൾ ഈ കവിതയുടെ ആദ്യത്തെ 2 വരികളിൽ, പഹലി ദോ പങ്ക്തിയ ആദ്യത്തെ 2 വരികൾ, पूरी तरह से कविता की पहली 2 पंक्तियों में ही कविता का पूरी बात कह देता है. സത്യമാണ്, മൊത്തം കവിത എടുത്താലും ആ ആദ്യത്തെ 2 വരിയിൽ മുഴുവനുണ്ട്. ശേഷ പങ്ക്തിയ, അതിൻ്റെ ബാക്കിയുള്ള വരികളോ ഉസി കഹേഗയേക്കോ, ആദ്യം പറഞ്ഞ 2 വരികളിലെ ആ പറഞ്ഞ സാധനത്തിന് എന്ത് ചെയ്യാണ്? ഓർ കുറച്ചുകൂടെ സദൻ ഓർ ഗഹരാ കർത്തി ഹേ, അതിനെ വ്യക്തമാക്കുകയും ആഴത്തിലേക്കാക്കുകയുമാണ് മറ്റു വരികൾ ചെയ്യുന്നത്. ആദ്യത്തെ 2 വരിയോടുകൂടി ശരിക്കും കവിത കഴിഞ്ഞു. എല്ലാ ആശയങ്ങളും 2 വരിയിലുണ്ട്. ആൻഡ് ദ റിമൈനിങ് ലൈൻസ് ഓഫ് ദാറ്റ് പോയം, ബാക്കിയുള്ള എല്ലാ വരികളും എന്താ ചെയ്തത്? ഗിവ്സ് us the explanation of what he said earlier. നേരത്തെ എന്താണോ പറഞ്ഞത് അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, അതിൻ്റെ ഡീപ്പ്, അതിൻ്റെ ഗഹരായി തക്ക് നമുക്ക് പറഞ്ഞു തന്നാണ്. ശരിക്കും കവിത എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 2 വരി തന്നെ കവിതയാണ്. ഒരു ഈരടി കവിത എന്ന് വേണമെങ്കിൽ പറയാം. എല്ലാ ആശയങ്ങളും അതിലുണ്ട്. പക്ഷേ ബാക്കിയുള്ള വരികളൊക്കെ ആ പറഞ്ഞതിനെ ഒന്നുകൂടെ നമുക്ക് എന്ത് ചെയ്തു? ഒന്ന് വെളിവാക്കി തരികയാണ് ചെയ്തത്. കവിതക്ക് സന്ദേശം വളരെ സിമ്പിളാണ്. കവിതയുടെ സന്ദേശം, there's a great message is there in this poem. ഈ പോയത്തിൽ വളരെ ഒരു ഗ്രേറ്റ് ആയിട്ടുള്ള മെസ്സേജ് ഉണ്ട്. ആൻഡ് വാട്ട് ഈസ് ദറ്റ് മെസ്സേജ്? എന്താ മക്കളെ മെസ്സേജ്? ദോ മനുഷ്യോं के बीच, 2 മനുഷ്യന്മാരുടെ ഇടയിൽ മനുഷ്യതാ കാ എഹ്സാസ്, മനുഷ്യതാർത്ഥം മക്കളെ, മനുഷ്യത്വം, ഹ്യൂമാനിറ്റി, മാനവീയ സംവേദന ഹോന ജരൂരി ഹേ, മനുഷ്യത്വപരമായ സംവേദനയും മനുഷ്യത്വവും വേണം. ജാൻകാരിയാൻ ജരൂരി നഹീ ഹേ, അയാളെക്കുറിച്ചുള്ള മറ്റ് അറിവുകൾ ജരൂരി നഹീ, അത്യാവശ്യമല്ല എന്നാണ് പറയുന്നത്. മനുഷ്യനായാൽ എന്തു വേണം എന്നാണ് കവി പറയുന്നത്? മനുഷ്യത്വം വേണം. What is the main thing which differentiate man and animal? മനുഷ്യരെയും മൃഗങ്ങളെയും തരംതിരിക്കുന്ന എന്താ മക്കളെ? The man have humanity. മനുഷ്യൻ എന്ത് വേണം? ഹ്യൂമാനിറ്റി, മനുഷ്യത്വം വേണം. അപ്പം കവി പറയുന്നു വലിയ കാര്യമൊന്നുമില്ല. കവി പറയും ഞങ്ങൾ പേടിക്കൊന്നും വേണ്ട, ഒരു ചെറിയ സന്ദേശമാണ്, പക്ഷേ മഹത്തായ സന്ദേശമാണ്. ഇറ്റ്സ് എ സിമ്പിൾ മെസ്സേജ് ബട്ട് എ ഗ്രേറ്റ് മെസ്സേജ്. വലിയൊരു മെസ്സേജാണ്. എന്താണ്? മനുഷ്യനായാൽ മനുഷ്യത്വം വേണം, മനുഷ്യനോടുള്ള സ്നേഹം വേണം. ബാക്കി അദ്ദേഹത്തെക്കുറിച്ചുള്ള ജാൻകാരി, അറിവിൻ്റെ ആവശ്യങ്ങളില്ല. നേരത്തെ പറഞ്ഞതുപോലെ പരിക്കേറ്റ് കിടക്കുന്ന സമയത്ത് അയാളുടെ ഭാഷയോ നിറമോ ഗുണമോ മണമോ അല്ല നമ്മൾ നോക്കേണ്ടത്, ജാതിയോ അല്ല നോക്കേണ്ടത്. ഇയാൾ ആരാണ്? എ ഹ്യൂമൻ ബീയിങ്സ് ലൈങ് ദേർ വിത്ത് ഇഞ്ചുറി. അയാൾ അപകടത്തിൽപ്പെട്ട് മുറിവേറ്റ് കിടക്കുകയാണ്, ഒരു മനുഷ്യൻ കിടക്കുന്നു എന്ന് മാത്രം കരുതിയാൽ മതി. ബാക്കി അദ്ദേഹത്തെക്കുറിച്ചുള്ള जानकारियों की कोई ज़रूरत नहीं है. तो कविता के अंदर एक साधारण सा एक सरल संदेश हमें दिया है, एक महत्व संदेश हमें दिया है कि अब आप दूसरे आदमी को जब देखते हैं तो उसकी जानकारियाँ जुटाने की ज़रूरत नहीं है. उसका पता क्या है, उसका नाम क्या है, धर्म क्या है, जाति क्या है, क्या ओहदा है, कहाँ पढ़ता है, कुछ देखने की ज़रूरत नहीं है. आप सिर्फ इतना समझिए कि मेरे सामने जो आदमी खड़ा हुआ है वो एक आदमी है, एक मनुष्य है, और मेरे अंदर मनुष्यता जैसा गुण है, और इसलिए मैं उस व्यक्ति को जानता हूं. എൻ്റെ മുന്നിൽ നിൽക്കുന്നത് ആരെങ്കിലും ആവട്ടെ, പക്ഷേ ഒരു മനുഷ്യനാണെന്ന തിരിച്ചറിവ് വേണം എന്നാണ് പറഞ്ഞത്. അയാളെക്കുറിച്ചുള്ള മറ്റ് വിവരശേഖരണത്തിൻ്റെ ആവശ്യം ഇല്ല. കിന്തു, എന്നിരുന്നാലും വലിയൊരാശയമാണ്, സന്ദേശമാണ് മക്കളെ തന്നിരിക്കുന്നത്. സന്ദേശ് കവിതാമയ ഉപദേശ് കി തരഹ നഹീ ആതാ ഹൈ. കവിക്ക് കൃത്യമായിട്ട് അറിയാം, ഇപ്പോൾ ഉള്ള ഒരു ജനറേഷനെ കുറിച്ച് കവിക്ക് കൃത്യമായിട്ട് അറിയാം. കാരണം ഇപ്പോൾ ഉള്ള നമ്മളെ കുട്ടികൾക്ക് ഏറ്റവും വെറുക്കുന്ന ഒരു സാധനം എന്താന്ന് പറഞ്ഞാൽ ഉപദേശമാണ്.
They never want any suggestion or advice from anybody. ആരിൽ നിന്നും ഉപദേശം കേൾക്കാൻ തയ്യാറില്ല. അതറിഞ്ഞതുകൊണ്ടായിരിക്കാം നമ്മുടെ കവി കൃത്യമായിട്ട് പറയുകയാണ്, ബേജാറാവണ്ട, കവിതാമെ ഉപദേശിക്കുന്നത് ഇല്ല, ഇത് ഉപദേശമൊന്നുമല്ല, ഇത് സന്ദേശമാണ്, അതുകൊണ്ട് വേണമെങ്കിൽ എടുത്താൽ മതി എന്നാണ് കവി പറഞ്ഞു നിർത്തിയത്. തന്ന ഈ സന്ദേശത്തെ ഉപദേശമായിട്ടൊന്നും കണക്കാക്കണ്ട, കവിയോട് യാതൊരു വെറുപ്പും വേണ്ട. ഇതൊരു സന്ദേശമാണ്. ഇഫ് യു ലൈക്ക് ദിസ് മെസ്സേജ്, ഈ ഒരു മെസ്സേജ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നുണ്ടോ എങ്കിൽ അത് ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കാം എന്നാണ് കവി പറയുന്നത്. ദർ ഈസ് നോ എനി ടൈപ്പ് ഓഫ് കമ്പൽഷൻ, യാതൊരു കമ്പൽഷനും ഒന്നുമില്ല. ഇറ്റ്സ് എ ഗ്രേറ്റ് മെസ്സേജ്, വളരെ മഹത്തായൊരു സന്ദേശമാണ് മക്കളെ തന്നിരിക്കുന്നത്. ഇതാണ് ഈ കവിതയെക്കുറിച്ചുള്ള ടിപ്പണിയെക്കുറിച്ചുള്ള മൊത്തം. ഇങ്ങനെ ഇതോടുകൂടി ഈ കവിതയും ടിപ്പണിയും അവസാനിക്കുകയാണ്. ഇതിൽ 2 ചോദ്യങ്ങളുണ്ട്. ഒന്നാമത്തെ ചോദ്യം, ജാന്ന ശബ്ദ കി ലേഖക് കി വ്യാഖ്യാ സെ ആപ് കഹ സക്തേ ഹൈ. അറിയുക എന്ന് നമ്മുടെ ലേഖകൻ പറഞ്ഞത്, കവി പറഞ്ഞത് അല്ലെങ്കിൽ ലേഖകൻ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? നേരത്തെയുള്ള വിശ്വാസം, പേര്, അത് ഇതൊന്നും വേണ്ട. കവി പറഞ്ഞതെന്ന് വേറൊരു കാര്യമാണ്. അയാളുടെ സങ്കടം അറിഞ്ഞാൽ നിങ്ങൾക്ക് അയാളെ അറിയാം. നിങ്ങൾ യോജിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമുക്ക് പറയാം, हम बिल्कुल सहमत है, क्योंकि कवि कहता है हमारे बीच में मनुष्यता होना चाहिए और एक आदमी दूसरे को जानने के लिए, पहचानने के लिए उसकी नाम पता वगैरह की कोई जानकारी की ज़रूरत नहीं है, सिर्फ मनुष्यता हमारे अंदर है तो हम उस व्यक्ति को जानते हैं, उस व्यक्ति का पीड़ा, दर्द, दुख जानते हैं तो हम कह सकते हैं मैं उस व्यक्ति को जानता हूँ. രണ്ടാമത്തെ ചോദ്യം, കവിത के शिल्प पक्ष लेखक की निरीक्षण क्या क्या है? ഒരു വളരെ മനോഹരമായൊരു അണിയിച്ചൊരുക്കിയ ശില്പത്തെ പോലെ ഈ കവിതയുണ്ട്. ലേഖകൻ്റെ എന്താ പറയുന്നത്, നിരീക്ഷൺ ക്യാക്യ, എന്തൊക്കെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്? തീർച്ചയായിട്ടും ജാന്ന നഹി ജാന്ന എന്നുള്ളത് ഒരു ഗസൽ അല്ലെങ്കിൽ നാടൻ പാട്ടിൽ വരുന്നത് പോലെ വീണ്ടും വീണ്ടും വരുന്നതും 2 വരിയിലൂടെ തന്നെ ആ കവിതയെ മൊത്തമായി പറഞ്ഞു വെക്കുന്നതും ഒക്കെ ആണ് ഇതിലുള്ള മനോഹാരിത എന്നാണ് നമുക്ക് എഴുതേണ്ടത്. ഓക്കെ, ഇത്രയാണ് ഈ കവിത. വളരെ സിമ്പിളായിട്ടുള്ളൊരു കവിതയാണ്, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കവിതയാണ്. മാഷ് അവസാനം ഒന്നുകൂടെ പറയാം, കഴിഞ്ഞ ദിവസവും പറഞ്ഞിട്ടുണ്ട്, ഇത് മറ്റുള്ള വീഡിയോ കാണുന്ന പോലെ സ്കിപ്പ് ചെയ്ത് പോകരുത്. ഒരു 20 മിനിറ്റ് അടങ്ങി ഒതുങ്ങി ഇരിക്കാൻ കഴിയണം നമുക്ക്. കുട്ടികളാണ്, ബുക്കും വെച്ച് ഇത് ഓപ്പൺ ചെയ്ത് കൃത്യമായ ഒരു സ്ഥലത്തിരുന്ന് 20-25 മിനിറ്റ് കേൾക്കാനുള്ള മാനസികാവസ്ഥ മക്കളെ ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ മറ്റുള്ള തമാശ വീഡിയോ കാണുന്ന പോലെ സ്കിപ്പ് ചെയ്ത് പോയിട്ട് അവസാനം ഒന്നും മനസ്സിലാത്ത രീതിയിലാവരുത്. ഇത് വർഷത്തെ പാഠമാണ്, പഠിക്കേണ്ടതാണ്. പല ഇതിൽ നിന്നും വരുന്നുണ്ട്, നിങ്ങളെവിടെ എല്ലാം പഠിച്ചോ. അപ്പം എന്താണ് ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായം അറിയിക്കാം. മനസ്സിലാകാത്ത എന്ത് രീതിയിലുണ്ടെങ്കിലും മാഷോട് വിളിച്ച് ചോദിക്കാം. ഇതിൻ്റെ മാഷ് കഴിഞ്ഞ ഫസ്റ്റ് ക്ലാസ് പറഞ്ഞ പോലെ മക്കളെ ചിത്രം നിർബന്ധമായിട്ട് നോക്കാം. 2 ചിത്രങ്ങളാണ് ഇതിലുള്ളത്. ഇതാ കാണുന്നുണ്ടാവും നിങ്ങൾ. ഒന്നാമത്തെ ചിത്രത്തിൽ കാണുന്നത് നിരാശയായിട്ട് ആളിരിക്കുന്നു അല്ലേ? രണ്ടാമത്തെ ചിത്രത്തിലോ പരസ്പരം അറിയാത്ത 2 പേര് പോകുന്നത് എങ്ങനെയാണെന്ന് നോക്കൂ. ചുമലിൽ കൈയിട്ടിട്ട് പോവുകയാണ് 2 പേരും. ഇത് കണ്ടാൽ തോന്നും എത്രയോ കാലം മുന്നേയുള്ള സുഹൃത്തുക്കളാണെന്ന്. തമ്മാമ് പേരറിയില്ല ഇവർക്ക്, ആരാണ് എന്താണെന്നൊന്നും അറിയില്ല. പക്ഷെ പോകുന്നത് സുഹൃത്തുക്കളെ പോലെയാണ്. കാരണം എന്താ മക്കളെ? ഇരുവർക്കും അവരുടെ സങ്കടങ്ങളെ അറിയാം. ഇരുവർക്കും അന്യോന്യം സങ്കടങ്ങൾ അറിയാം, ദുഃഖമറിയാം. അപ്പോൾ കവി പറഞ്ഞു വെച്ചു ഇത് തന്നെയാണ്, ഒരാളുടെ സങ്കടം മനസ്സിലാക്കാൻ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അയാളെ അറിയാം, നമ്മളെ മനുഷ്യത്വമുണ്ട് എന്നാണ്. അല്ലെങ്കിൽ ഒരാളുടെ സങ്കടവും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലോ, ദുഃഖം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല എങ്കിലോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല എനിക്ക് അയാളെ അറിയാമെന്ന്. അയാളുടെ പേരറിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല. തീർച്ചയായും നമുക്ക് അദ്ദേഹത്തിൻ്റെ ദുഃഖവും സങ്കടവും അറിയണം. അങ്ങനെ ഈ പാഠം ഇവിടെ അവസാനിക്കുകയാണ്. 2 സെഗ്മെൻ്റായിട്ടാണ് മാഷ് എടുത്തത്. ഇനി ഇതിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ നമുക്ക് എഴുതാനുള്ളത് ഇതിൽ ഒരു ടിപ്പണി എഴുതാൻ വേണ്ടിയിട്ടാണ്. നമുക്ക് എഴുതാം, അതിപ്പോൾ ഇത് നടക്കില്ല. അടുത്ത ഇതിലൊരു എക്സസൈസ് ചെയ്യാനുണ്ട്. ഇവിടെ നല്ല രസമുള്ള എക്സസൈസാണ്. ഒരു ടിപ്പണി എന്താണെന്നുള്ളത് അടുത്ത ക്ലാസ്സിൽ മാഷ് പറഞ്ഞു തരും കേട്ടോ. അത് പറഞ്ഞിട്ട് അതൊരു 10 മിനിറ്റേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് 3ാമത്തെ പാഠം, അതായത് കവിതയാണ്, ടൂട്ടാ പഹിയ എടുത്തു വരും. ഓക്കെ, വെരി ഗുഡ്. അപ്പം ഇത് കൃത്യമായിട്ട് മുഴുവൻ സമയവും കാണാൻ വേണ്ടി ശ്രമിക്കുക. പോകുന്നതിന് മുമ്പേ കുറച്ച് വാക്കുകൾ മാഷ്
എഴുതാം. ഇതിൽ കൃത്യമായിട്ട് വേണ്ടത് ഒന്ന് ജാനന അറിയുക, നെഹി ജാന അറിയാതിരിക്കുക കേട്ടോ. പിന്നെ പ്രധാനമായിട്ടും വേണ്ട വാക്കുകൾ ഹതാശ, അർത്ഥം നിരാശ, നിരാശ, ദുഃഖ, ദർദ്, പീഡ, ഇതിനൊക്കെ ഒരർത്ഥമാണ് മക്കളെ കേട്ടോ. നിരാശ, ഇതൊക്കെ ഒരർത്ഥമാണ്. എന്ത് വേണം എഴുതിക്കോളൂ. ഇത് കൃത്യമായിട്ട് നോക്കുക. പിന്നെ 2 കവിയുടെയും അതുപോലെ തന്നെ ടിപ്പണി എഴുതിയ ആളെയും എഴുതിയിട്ട് പഠിക്കാം. ഓക്കെ, താങ്ക് യു വെരി മച്ച്.